മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വ്ളോഗേഴ്സായ ആൾക്കാർക്കും ഇനി വ്ളോഗിങ് തുടങ്ങാൻ പോകുന്ന ആൾക്കാർക്കും പ്രയോജനകരമാകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. വ്ളോഗേഴ്സിനെ സഹായിക്കുന്ന ഒരു വ്ളോഗിങ് കിറ്റ് എന്ന് തന്നെ പറയാൻ പറ്റും. ആക്ച്വലി ഞാനിത് വാങ്ങിച്ചതുമല്ല, ഇത് പ്രൊമോഷണൽ ആക്ടിവിറ്റീസും അല്ല. ഞാൻ വീട്ടിൽ പോയപ്പോൾ മനോജ് എൻ്റെ അടുത്തെടുത്ത് തന്നാണ്. ഒരു വീഡിയോനെക്കുറിച്ച് ചെയ്ത് നോക്കും. ഒരുപാട് വ്ളോഗേഴ്സായ ആൾക്കാർ ഇപ്പോൾ വളർന്നു വരുന്നുണ്ടല്ലോ, അവർക്ക് പ്രയോജനകരമാകണമെങ്കിൽ കൊള്ളാമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നോക്കിയിട്ട് ഇതെങ്ങനെയാണ് വ്ളോഗിങ്ങിന് പറ്റുന്നതാണോ എന്നുള്ളൊരു ഒപ്പീനിയൻ ഞാനത് ബേസിക്കലി പറയുന്നതാണ്. ഈ ഒരു പ്രോഡക്റ്റിൽ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ മാത്രമല്ല കേട്ടോ, ചെറിയ ആക്ഷൻ ക്യാമറ ഇല്ലേ, ഗോപ്രോ ഒരു ആക്ഷൻ ക്യാമറ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് കമ്പനികൾ ആക്ഷൻ ക്യാമറാസ് ഇറക്കുന്നുണ്ട്. അതെല്ലാം ഇതിൽ നമുക്ക് സപ്പോർട്ട് ആകുകയും ചെയ്യും. ദെൻ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഒരു ട്രൈപോഡ് ഉണ്ട്, ഒരു ലൈറ്റുണ്ട്, ഒരു മൈക്കുണ്ട്. ഈ മൈക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വ്ളോഗിങ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ അറ്റ് ദ സെയിം ടൈം തന്നെ ഇൻസ്റ്റാഗ്രാമിലും റീലിലും ഫേസ്ബുക്കിലൊക്കെ ലൈവ് പോകാറുണ്ട്. അപ്പോൾ ഓഡിയോക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപക്ഷെ ഈ ഒരു പ്രോഡക്റ്റ് നല്ലതാണോ എന്നുള്ള കാര്യം നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. എന്തായാലും പ്രോഡക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിൽ ആദ്യം തന്നെ നമുക്ക് കാണുന്നത് ഒരു മോണോപോഡാണ് കേട്ടോ. ഒരുപക്ഷെ മിക്ക ആൾക്കാരും വ്ളോഗിങ് ചെയ്യുന്ന സമയത്ത് ഇത് പക്ഷേ ഉപകാരപ്പെടുന്നതാണ് കേട്ടോ. ഓക്കെ, ഇത് ഇനിയും നമുക്ക് കുറച്ചുകൂടെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള ഞാനൊരു സെൽഫി വ്ളോഗ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഹൈറ്റിൽ മതിയാവും കണ്ടോ. അപ്പോൾ ഇതൊരു മോണോപോഡാണ് ഇതിൻ്റെ കൂടെയുള്ളത്. അതേപോലെ തന്നെ നമുക്കൊരു ട്രൈപോഡും ഇതിൻ്റെ അകത്ത് ട്രൈപോഡിൻ്റെ ഒരു ലെഗും നമുക്കിതിൽ അവൈലബിൾ ആണ്. ട്രൈപോഡിൻ്റെ ഒരു ലെഗ് നോക്കി. ഇതൊരു വലിയൊരു എന്താ പറയുക, ഹൈ എൻഡ് ക്വാളിറ്റി എന്നും പറയാൻ പറ്റില്ല. ബട്ട് എന്നിരുന്നാൽ പോലും കമ്പാരിറ്റീവ്ലി മോണോപോഡ് എനിക്ക് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ വ്ളോഗിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇനി ഒരുപക്ഷെ ഇപ്പോൾ എന്താ പറയുക, വേർട്ടിക്കൽ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ വെച്ച് ഉപയോഗിക്കാനും ഈ മോണോപോഡിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കുകയും ചെയ്യുന്നതാണ്. ഇത് അങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെയുള്ളത് ഒരു ചെറിയൊരു ലൈറ്റാണ്. പൂർണ്ണമായിട്ടും നമുക്കിത് മൊബൈലിൽ ഫിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ നോക്കാനുണ്ട്. ദെൻ ഒരു ലൈറ്റ് ഇതിവിടെ ഇരിക്കട്ടെ. ദെൻ ഇത് അതിൻ്റെ ഒരു കേബിളാണ്, ചാർജിങ് കേബിൾസാണ് കാണുന്നത്. അതേപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിക്കറും ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ഇനിയാണ് ഇതിൻ്റെ വേറെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാൻ പറ്റുന്നത്, പക്ഷേ ഓഡിയോ വലിയൊരു പ്രശ്നമാണ്. ഇൻബിൽറ്റായിട്ട് മൊബൈൽ ഫോണിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഓഡിയോ വലിയൊരു പ്രശ്നമാണ്. അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ചെറിയൊരു മൈക്കും ഇതിൻ്റെ കൂടെ അവൈലബിളാണ്. ഒരു മൈക്ക്, ദെൻ അതിൻ്റെ ഒരു വിൻഷീൽഡാണ് ഈ കാണുന്നത്. ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പെർഫെക്റ്റ് വ്ളോഗിങ് ആകും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു വളരെ എന്താ പറയുക, ബിഗിനിങ് ലെവലിൽ നല്ലപോലെ ഷൂട്ട് ചെയ്യണം. ഒരു ഇൻഡോറൊക്കെ വരുമ്പോൾ ലൈറ്റ് പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് പൂർണ്ണമായിട്ടും പ്രയോജനകരമാകുകയും ചെയ്യും. ചില ആൾക്കാരൊക്കെ ഐഫോണിലൊക്കെ ഷൂട്ട് ചെയ്യണം, ഞാൻ കാണാം, വളരെ പെർഫെക്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യും. ഇനി ഒരു പക്ഷേ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഫിലിമിക് പ്രോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിലൊന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു മൈക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് ഇതിൻ്റെ കൂടെയുള്ളത് മൈക്കും അതിൻ്റെ കേബിളും. പക്ഷേ എനിക്ക് മനസ്സിലായ വേറൊരു കാര്യം, നമ്മളിപ്പോൾ ഒരു പക്ഷേ ഐഫോണോ അല്ലെങ്കിൽ OnePlus പോലെയുള്ള ഫോണുകളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ 3.5 mm കേബിൾ മാത്രം പോരാ. അതിൻ്റെ ഒരു അഡാപ്റ്റർ ഓൾറെഡി നമ്മുടെ അകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു അഡീഷണലി OnePlus പോലെയുള്ള ഫോണുകളൊക്കെ വാങ്ങിക്കേണ്ടി വരും. വ്ളോഗിങ്ങിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതെങ്കിൽ ഐഫോൺ അല്ലെങ്കിൽ OnePlus പോലെയുള്ള ഫോണുകളാണ്. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്യണത് പോലും OnePlus 7 Pro വെച്ചിട്ടാണ്. ആ വിഷ്വൽ കാണുമ്പോൾ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ, 2 കേബിൾ കാണാൻ സാധിക്കും. അതൊക്കെ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇനി ഇതിൻ്റെ ക്വിക്കിറ്റിൻ്റെ ഒപ്പം ഉള്ളത് മൾട്ടി ഫങ്ഷൻ ഫോൺ ഹോൾഡറാണ്. ആ ഫോട്ടോ കാണിച്ചില്ലായിരുന്നോ ആ തുടക്കത്തിൽ തന്നെ, ഈ ഒരു കവറിൻ്റെ മുന്നിലുണ്ടായിരുന്ന പോലത്തെ ഒരിത്. ഇതിലാണ് നമ്മുടെ ആക്ഷൻ ക്യാമറാസ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ മൊബൈൽ ഫോണുകളും ലൈറ്റും മൈക്കും എല്ലാം ഫിറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്, ഇത്രയും ആക്സറീസാണ് നമുക്ക് ഈ ഒരു ബോക്സിൽ വരുന്നത്. ഇനി എന്തായാലും നമുക്ക് ഒരു ഫോണിൽ ഇതെന്തായാലും സെറ്റ് ചെയ്ത് നോക്കാം.
എന്നിട്ട് എങ്ങനെയാണ് യൂസ് വരുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ എന്തായാലും എൻ്റെ കയ്യിലിരിക്കുന്നത് വിവോ V90 ഫോണാണ്. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ഫോണിലാണ് നമ്മളൊന്ന് പരീക്ഷണം നോക്കാമല്ലോ. എങ്ങനെയാണ് വ്ളോഗേഴ്സിനൊക്കെ അത് പൂർണ്ണമായിട്ടും ഇഷ്ടപ്പെടുന്നതാണോ, വ്ളോഗേഴ്സിന് വാങ്ങിക്കാൻ വേണ്ടി സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പറയാം. പക്ഷേ എനിക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റുന്ന സാധനം ഞാൻ പറഞ്ഞില്ലേ, ഒരു വീട്ടിലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓഡിയോ ലഭിക്കണം എന്നുള്ള ആൾക്കാർക്ക് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ആക്സിഡൻ്റലി ഒരു വീഡിയോ എടുക്കുന്ന ആൾ പെട്ടെന്നൊരു കാണുമ്പോൾ ഒരു വ്ളോഗ് ചെയ്യണമെന്ന് തോന്നുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇതെടുത്ത് കുത്തണം, ഇതിൻ്റെ ആക്സറീസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പക്ഷേ ഒരു ഫ്ലോ നഷ്ടപ്പെടാനുള്ള പോസിബിലിറ്റീസ് കൂടുതൽ. എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് കേട്ടോ. ഞാൻ ഇത്ര എക്യുപ്മെൻറ്റ്സുകൾ ചിലത് പർച്ചേസ് ചെയ്യുമ്പോൾ പോലും ആ ഫ്ലോ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് ഓസ്മോയുടെ എന്താ പറയുക DJI 3 4 ഇപ്പോൾ വരുന്നുണ്ട്. അതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ ആ ഹോൾഡർ ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ നമുക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എനിക്ക് കണ്ടത്, ഈ ഒരു എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കുകയാണെന്നുള്ളത് വീട്ടിൽ തന്നെ ഇരുന്നൊരു പക്ഷേ പല സുഹൃത്തുക്കളും മൊബൈൽ ഫോണിൽ ലൈവ് ചെയ്യാറൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഒരു പക്ഷേ ഇത് യൂസ്ഫുൾ ആകുന്ന ഒരു ഡിവൈസ് തന്നെയാണ്, അതിൽ സംശയമില്ല കേട്ടോ. ഓഡിയോ ഒക്കെ ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും അതിൻ്റെ ഒരു വിവരം കൊടുക്കാൻ സാധിക്കുള്ളൂ. നമുക്ക് എന്തായാലും ഈ ഒരു ട്രൈപോഡിലേക്ക് നമുക്ക് ഓരോ നമ്മുടെ ലൈറ്റും കേബിളും നമുക്ക് ആദ്യം ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് ലൈറ്റാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. ലൈറ്റിൻ്റെ ഒപ്പം പറഞ്ഞപ്പോൾ ലൈറ്റിൻ്റെ ഒപ്പം ചെറിയൊരു ഡിഫ്യൂസറും ഉണ്ട് കണ്ടോ, ചെറിയൊരു ഡിഫ്യൂസർ. വളരെ എന്താ പറയുക, ഒരു ഇരുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കണം ഈ ഒരു ലൈറ്റിൻ്റെ യൂസേജ് വരുന്നത്. കാരണം വലിയ ഒരു ലൈറ്റൊന്നും നമുക്ക് ഇതിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ലൈറ്റ് നമ്മളങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് മൈക്കാണ്. എപ്പോഴും ഇവിടെ 3 ഹോൾഡേഴ്സ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും സെൻറ്ററിലാണ് എപ്പോഴും ലൈറ്റ് വെക്കുന്നതെന്നല്ല. കാരണം മേ ബി ഈ ഒരു എക്യുപ്മെൻറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഫേസിലേക്കായിരിക്കണമല്ലോ ലൈറ്റ് വരേണ്ടത്. ദെൻ അടുത്തത് നമുക്ക് മൈക്ക് നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യാം. മൈക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നു. 2 കേബിളുകൾ ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട്. മേ ബി DSLR ക്യാമറ എല്ലാ ആളുകൾക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു മൈക്കിന് വേറെ അഡീഷണലായിട്ട് കേബിൾ വാങ്ങിക്കേണ്ട. അതുകൊണ്ടാണ് 2 കേബിൾ ഉള്ളത്. ദെൻ ഇതിൻ്റെ കൂടെ ഒരു വിൻ ഷീൽഡും ഉണ്ട്. പക്ഷേ അത്യാവശ്യം നല്ലപോലെ എന്താ പറയുക സൗണ്ടൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് മൊബൈൽ ഒന്ന് സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മൊബൈൽ ഫോൺ സെറ്റ് ചെയ്യാവുന്നതാണ്. യെസ്, മൊബൈൽ ഫോൺ സെറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു വിവോ V90 ആണ് കേട്ടോ എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ. ദെൻ നമുക്ക് കേബിള് ഇതിലേക്ക് സെറ്റ് ചെയ്യാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു മൈക്ക്, ഒരു ലൈറ്റ്. 3 സെക്കൻഡ്സ് നമുക്ക് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഇതിൽ ഓണായിട്ട് വരുന്നതാണ്. ചെറിയൊരു ഡിഫ്യൂസറുണ്ട് കണ്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടും വീട്ടിലൊക്കെ ഇരുന്ന് വ്ളോഗ് ചെയ്യുക, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ക്ലാസ്സുകൾ നടത്തുന്ന ആൾക്കാർക്ക് ലൈവ് പോവുക എന്നുള്ള പർപ്പസ് ഉള്ള ആൾക്കാർക്ക് ഇത് പൂർണ്ണമായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ, ഇത്രയും സാധനങ്ങളായി ഇങ്ങനെ വെക്കാം, നമുക്ക് ലെങ്ത്ത് കൂട്ടാം. പക്ഷേ ഈ ഒരു വെർട്ടിക്കൽ ഫോർമാറ്റിലൂടെ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായി. കാരണം പല ആൾക്കാരും IGTVയും അതേപോലെ എന്താ പറയുക ഫേസ്ബുക്കിലൊക്കെ ലൈവ് പോകുമ്പോൾ ഈ ഒരു സിസ്റ്റത്തിലാണ് ലൈവ് പോകുന്നത്. പക്ഷേ നമുക്കെപ്പോഴും ഒരു ഹൊറിസോണ്ടൽ ഫോർമാറ്റ് മാത്രമേ ഇതിൽ സാധിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പോരായ്മയാണ്. വെർട്ടിക്കലായിട്ട് പിന്നെ നമുക്ക് തിരിക്കാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷൻസും കാണുന്നില്ല. മേ ബി അടുത്തൊരു വേർഷനോടെ കമ്പനി അത് പരിഹരിക്കുമെന്ന് തോന്നുന്നു. ഓൺലി ഹൊറിസോണ്ടൽ ടൈപ്പ്, നോട്ട് എ വെർട്ടിക്കൽ. ഇതിങ്ങനെ നടന്നുകൊണ്ടിട്ട് വ്ളോഗ് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. യെസ്, പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓഡിയോയും ലൈറ്റും പെർഫെക്റ്റ് ആണെങ്കിൽ നല്ലൊരു സിസ്റ്റം തന്നെ കേട്ടോ. ഇത് നമുക്ക് വ്ളോഗേഴ്സിന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ്. വലിയൊരു കനം ഫീൽ ചെയ്യുന്നില്ല, കൊള്ളാം. പക്ഷേ ഞാനെപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ഈ വ്ളോഗിങ് ഹൈ ലെവലിലേക്ക് എത്തുന്നതോറും വ്ളോഗിങ് ചെയ്ത് വരുന്ന ആൾക്കാർ പോലും സ്വന്തം മൊബൈൽ ഊരി കുത്തുക, അവിടെ കുത്തുക, ഇത് കുത്തുക, അങ്ങനത്തെ ചില പക്ഷേ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കാറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടി മാത്രം പ്രൊഫഷണലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം ഇതിന് വേണ്ടിയിട്ടൊരു മൊബൈൽ ഫോൺ സെറ്റ് ചെയ്ത് വെച്ച് ഇതെപ്പോഴും ഒരു സ്ഥലത്ത് വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അപ്പം നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കുമല്ലോ. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് എനിക്ക് തോന്നിയ കാര്യം, ഇപ്പോൾ ഞാനിപ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. മേ ബി എനിക്ക് ബാക്ക് ക്യാമറയാണ് വേണ്ടത്, അവിടെ ഒരാൾ നിൽക്കുന്ന സിറ്റുവേഷനാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഓഡിയോ എടുത്തിട്ട് ഇത് തിരിച്ച് കുത്തണം.
ഈ ഒരു ഷൂവിനെ ഞാൻ തിരിച്ച് കാണിക്കണം എങ്കിൽ മാത്രമേ അപ്പുറം നിൽക്കുന്നൊരു ഓഡിയോ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. എങ്കിലും അവിടെ ഒരു സൊല്യൂഷൻ പക്ഷേ കമ്പനി വെച്ചിരിക്കുന്നത് കണ്ടോ, ഇതിങ്ങനെ ഊരി ഈ ഒരു സ്പ്രിങ്ങിൽ നിന്ന് പെട്ടെന്ന് ഊരി കുത്തണം. ഇതൊക്കെ ഒരു പക്ഷേ ഒരു പെട്ടെന്ന് നടക്കുന്നൊരു സിറ്റുവേഷൻ ഒരു പക്ഷേ പോസിബിൾ ആകണമെന്നില്ല. ഒരു സ്വിച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റുന്നതായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്തായാലും കൊള്ളാം, വളരെ നല്ലൊരു സാധനമാണ്. ഇപ്പോൾ വ്ളോഗേഴ്സൊക്കെ എല്ലാവരും കൂടി വരുന്നതല്ലേ. ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു പ്ലൈറ്റ് വന്നു കേട്ടോ, അതൊരു മാഗ്നറ്റായിട്ട് നമുക്കിവിടെ വെക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ എവിടെയെങ്കിലും നമുക്ക് സ്റ്റിക്ക് ചെയ്ത് ഈ ഒരു ലൈറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു 3mm ഈ ഒരു സ്റ്റിക്കർ ഉള്ളത്. മേ ബി ഒരു കാറിലൊക്കെ ഇരുന്ന് വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു സാധനം കാറിൽ സ്റ്റിക്ക് ചെയ്യുക, അതിനുശേഷം ഈ ഒരു ലൈറ്റ് അങ്ങനെ ഇരുന്നോളും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു ഈ മൈക്ക് വെച്ചിട്ടുള്ളൊരു ഓഡിയോ ക്വാളിറ്റിയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇതിലേക്ക് മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മൈക്ക് കണക്ട് ചെയ്യുമ്പോൾ ഫിലിമിക് പ്രോ പോലെയുള്ള സോഫ്റ്റ്വെയർസിലാണ് അല്ലെങ്കിൽ ആപ്ലിക്കേഷനിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എക്സ്റ്റേണൽ പോയിട്ട് എക്സ്റ്റേണൽ മൈക്കാണോ ഇനേബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് ലെവൽ കാണാൻ പറ്റും, പക്ഷേ മൈക്കിൽ നിന്നുള്ള ലെവലായിരിക്കില്ല കാണുന്നത്. ഓൾറെഡി ഇവിടെ കുറച്ച് നാച്ചുറൽ ലൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ലൈറ്റ് വലുതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ മൈക്കിന് നല്ലൊരു ലെവൽ കാണിക്കുന്നുണ്ട്. എന്തായാലും ഞാനൊന്ന് മൈക്ക് വെച്ച് എന്തായാലും എടുത്ത് നോക്കാം. പ്രിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും എൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എന്താ പറയുക, ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഈ ഒരു മൈക്കിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ടുള്ളതാണ്. കണ്ടോ, നമ്മളിപ്പോൾ എന്തായാലും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ പറയാം, ഇപ്പോൾ നമ്മളൊരാളെ കാണുന്ന സമയത്ത് അയാൾക്കും ഓഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിച്ച് കണ്ടോ ഇങ്ങോട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വരും. എങ്കിലാണ് ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുടെ ഓഡിയോ പെർഫെക്റ്റ് ആയിട്ടുള്ളൂ. എന്തായാലും നമ്മൾ അർജുനാണ്, OnePlus 7 Proയിലാണ് നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അർജുനോട് ഒരു ഡയലോഗ് ചോദിക്കാമല്ലോ. അപ്പോൾ അർജുൻ്റെ ഡയലോഗ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. അർജുൻ സാറേ, എങ്ങനെയുണ്ട് ഈ ഒരു പ്രോഡക്റ്റ്? ഇത് കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. എന്തായാലും ഈ ഒരു പ്രൈസിന് വലിയ ഇങ്ങനെയുള്ള വ്ളോഗിങ് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് അത്യാവശ്യം നോക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, എന്തായാലും അർജുൻ പറഞ്ഞ എല്ലാവരും കേട്ടില്ല. എന്തായാലും കൊള്ളാവുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായത്, വേർട്ടിക്കൽ വീഡിയോ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു പ്രശ്നം ഇതിൻ്റെ അകത്ത് ഫേസ് ചെയ്യേണ്ടതുണ്ട്. മേ ബി അടുത്തൊരു വേറൊരു ഇതിൻ്റെ ഒരു വേർഷൻ ഇറങ്ങുമ്പോൾ മേ ബി ഇത് പരിഹരിക്കാവുന്നതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും പർച്ചേസ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ എന്തായാലും വീഡിയോ ഡിസ്ക്രിപ്ഷൻ കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറി വാങ്ങിക്കാവുന്നതാണ്. ട്രൈപോഡിനൊക്കെ നല്ല നീളമുണ്ട്. സൈഡിൽ വെച്ചിട്ട് വേർട്ടിക്കലായിട്ട് രാത്രിയൊക്കെ ഒരു പക്ഷേ ലൈവ് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു വ്ളോഗിങ് കിറ്റ് തന്നെയാണ്. എന്തായാലും ഇത് കണ്ടെടുത്തോളം കാലം നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരു പക്ഷേ ഒപ്പീനിയൻസ് ഉണ്ടാകാം. ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളൊരു പക്ഷേ ഇങ്ങനത്തെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കും ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.